സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, മിക്ക യഹൂദന്മാരും ചുങ്കക്കാരുമായിട്ടോ അല്ലെങ്കിൽ ചുങ്കക്കാരായിട്ടുള്ള സമൂഹവുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിക്കുകയോ അധികം ഇടപഴകുകയോ ചെയ്യാറില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കുക, പാപികളോടും ചുങ്കക്കാരുമോടൊക്കെ ചേർന്ന് സംസാരിക്കുകയും നടക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇതിനെതിരായിട്ട് വിമർശിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളും വളരെ വ്യക്തമാണ്. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പാപികളോട് സംസാരിക്കുമ്പോഴും പാപികളോട് കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരോട് സുഹൃത്ത് ബന്ധം പുലർത്തിയ യേശുക്രിസ്തു അവരുടെ പാപങ്ങളുമായി അവരുടെ തെറ്റുകളുമായി സുഹൃത്ത് ബന്ധം പുലർത്തിയിട്ടില്ല. മറിച്ച് അവരുടെ പാപത്തിൽ നിന്നും മോചനം കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാപത്തെ വിട്ട് ഓടുവാനുള്ള, പാപത്തെ പൂർണ്ണമായും വിടുവാനുള്ള ഉപദേശങ്ങളും വഴികളും പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. മറ്റുള്ളവർ എന്ത് സംസാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് നമ്മെക്കുറിച്ച് പറയുമെന്ന ചിന്തയിലാണ് പലപ്പോഴും നാം പല കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു വ്യക്തിയെ പാപിയെന്ന് കണ്ടാൽ അല്ലെങ്കിൽ തെറ്റുകാരനെന്ന് കണ്ടാൽ അവരെ തെറ്റിൽ നിന്നും രക്ഷിക്കുവാൻ, അവർ ചെയ്യുന്നത് പാപമാണ്, ദൈവസന്നിധിയിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ നാം ചിലപ്പോൾ സുഹൃത്ത് ബന്ധമോ പുലർത്തേണ്ടി വന്നേക്കാം. എന്നാൽ അവർ ചെയ്യുന്ന പാപമോ പാപത്തിന്റെ കറകളോ ലേശം പോലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ആത്മീയ ജീവിതത്തിലോ തട്ടാതെ വണ്ണം സൂക്ഷിക്കുക. കടലിലെ മീന് പല വർഷങ്ങൾ കടലിൽ കടന്നിട്ടും കറി വയ്ക്കുന്ന സമയത്ത് നാം ഉപ്പിടേണ്ടി വരുന്നു. കാരണം ആ മത്സ്യത്തിന്റെ മാംസത്തിൽ ആ കടൽ വെള്ളത്തിലെ ഉപ്പുകൾ ലേശം പോലും തട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും പാപികളെ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിന്റെ ഇടയ്ക്ക് പാപങ്ങളൊന്നും അവരുടെ ജീവിതത്തിലെ പാപക്കറകൾ നമ്മുടെ ജീവിതത്തിലും വരാതെ നാം അവരുടെ ജീവിതം കണ്ട് പഠിക്കാതെയും നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. യേശുക്രിസ്തു കാണിച്ച മാതൃകയായ പാപികളെ സ്നേഹിക്കുകയും പാപികളോട് സംസാരിക്കുകയും പാപികൾക്ക് നല്ല കാര്യങ്ങളും സത്യവഴികളും കാണിച്ചു കൊടുക്കുവാൻ നാമും തയ്യാറാകാം. സമയം ഇനി ആർക്കും അധികം ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും